ഗുരുവായൂരപ്പ, നമ്മളിന്ന് ഇവിടെ ഗുരുവായൂരുള്ള, അതായത് കേരളത്തിലെ തന്നെ ഏക തിരുപ്പതി വെങ്കിടാചലപതിയുടെ ക്ഷേത്രം, അതിനെ പറ്റിയാണ്. അവിടുത്തെ ഒരു ദർശനവും അതേപോലെ അതിൻ്റെ പ്രാധാന്യവും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രം. ഇവിടെയും തിരുപ്പതി വെങ്കിടാചലപതിയുടെ അതേ പ്രതിഷ്ഠ പോലെ തന്നെയാണ് മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ളത്. പിന്നെ ഉപദേവതകളായിട്ട് ഭദ്രകാളിയുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് രാമാനുജാചാര്യരാണെന്നാണ് പറയപ്പെടുന്നത്. അത് ഇപ്പോൾ അടുത്ത്, അതായത് 977 ദേവപ്രശ്നം വെച്ചപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളും, അദ്ദേഹത്തിന് അവിടെ വേറെ ഒരു അമ്പലം തന്നെ ഉണ്ട് രാമാനുജന്. ഇവിടുത്തെ പേര് തന്നെ തിരുവെങ്കടം എന്നാണ്. ആ സ്ഥലനാമം തന്നെ വന്നത് പാരമ്പര്യമായിട്ട്, അതായത് പ്രാചീനമായിട്ട് വന്ന ആ ഒരു നാമമാണ് എന്നുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ എതിർവശത്താണ് പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. അതിൻ്റെ അവിടെ നിന്നുള്ള തിരുവെങ്കടാചലപതി ക്ഷേത്രം ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഗണപതി, സരസ്വതി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, താഴത്തേക്കാവ് ഭഗവതി, രാമാനുജാര്യൻ്റെ പ്രതിഷ്ഠകളൊക്കെയാണ് ഉള്ളത്. മേടമാസത്തിലെ പുണർദം നാളിൽ കൊടി കയറിയിട്ട് 5 ദിവസം നടക്കുന്ന തിരുവുത്സവം, അതുപോലെ മകരമാസത്തിലെ 38 ചൊവ്വാഴ്ച നടക്കുന്ന മകരച്ചൊവ്വ, കന്നിമാസത്തിലെ നവരാത്രി, ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശി എന്നിവയൊക്കെ ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങളായിട്ടുണ്ട്. അതുപോലെ വിഷു ദിവസം ഭദ്രകാളിയുടെ വിഷുവേല എന്നുള്ള പ്രസിദ്ധമായ വേലയുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഭാരതീയ ഭക്തി പ്രസ്ഥാനത്തിലെ ശുക്രനക്ഷത്രമായ ശ്രീ രാമാനുജാചാര്യൻ തൻ്റെ ദേശാന്തര സഞ്ചാരത്തിനിടയിൽ ക്ഷേത്രനഗരമായ ഗുരുവായൂരിൽ എത്തി. അവിടെ അന്നത്തെ അവസ്ഥയിൽ മറ്റ് ആകെ ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രം മാത്രമായിരുന്നു. അപ്പോൾ തൻ്റെ ഇഷ്ടദേവനായ വെങ്കിടാചലപതിയെ കേരളത്തിലും പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചു. ഇന്നിപ്പോൾ ആ ക്ഷേത്രക്കുളം നിൽക്കുന്ന സ്ഥാനത്തിരുന്ന് തപസ് ചെയ്യുകയും തുടർന്ന് ഭഗവാന്റെ അനുമതി അനുസരിച്ച് തിരുപ്പതിയിൽ നിന്ന് തന്നെ വിഗ്രഹം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ഐതിഹ്യമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ ഇവിടെയും നഷ്ടങ്ങളൊക്കെ പറ്റിയെന്നാണ്. ശരിക്കും കൃഷ്ണശില വിഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ തലയും കൈയൊക്കെ വെട്ടി മാറ്റുകയൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ. പക്ഷേ ഭദ്രകാളിയുടെ വിഗ്രഹത്തിന് യാതൊരു കുഴപ്പവും പറ്റിയിരുന്നില്ല. അങ്ങനെ കുറേ കാലം ക്ഷേത്രം ഭഗവതി ക്ഷേത്രം മാത്രമായിട്ട് അറിയപ്പെട്ടിരുന്നു. അംഗഭംഗം സംഭവിച്ച വെങ്കടാചലപതി വിഗ്രഹം പലർക്കും ഒരു ദുഃഖചിത്രമായി. പിന്നെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അതൊരു ഭാഗത്തേക്ക് മാറ്റിയിടപ്പെട്ടപ്പോൾ പിന്നീട് വന്ന തലമുറയ്ക്ക് അതായത് ആരായിരുന്നു ആ പ്രതിഷ്ഠ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ 1977 ദേവപ്രശ്നം വെച്ചപ്പോഴാണ് മുഖ്യ ക്ഷേത്രത്തിൽ ഉള്ള മുഖ്യദേവൻ തിരുപ്പതി വെങ്കിടേശ്വരനാണ് എന്നുള്ളത് മനസ്സിലാവുകയും തുടർന്നാണ് വെങ്കിടാചലപതിയുടെ ഈ ക്ഷേത്രം ഇത്രയും ഇന്ന് കാണുന്ന തരത്തിലേക്ക് ഉയർന്ന് വളരെ പ്രശസ്തമായ ക്ഷേത്രമായിട്ട് രൂപം കൊണ്ടത്. അപ്പോൾ അതിന് ശേഷമാണ് 77 ശേഷമാണ്. അതിന് മുൻപ് പ്രതിഷ്ഠിച്ചു എങ്കിലും ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ അതൊക്കെ നശിപ്പിച്ചു. അതിന് ശേഷം ഉള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്ര സമുച്ചയം. വളരെ വലിയ ക്ഷേത്രം തന്നെയാണ്. ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ തിരുപ്പതിയിലെ അതേ കാര്യങ്ങളാണ് ഇവിടെയും നടക്കുന്നത് എന്ന. തിരുപ്പതിയിലെ ലഡു, അതുപോലെയുള്ള അവിടുത്തെ വഴിപാട്, പാലാഭിഷേകം ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഗുരുവായൂർ വരുന്ന ഭക്തർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്ര നഗരം തന്നെയാണ് ഗുരുവായൂർ.
അപ്പോൾ എല്ലാവർക്കും ഇനി ഗുരുവായൂർ വരുന്ന ആളുകൾക്കൊക്കെ തിരുപ്പതിയിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. അതുപോലെ വളരെ പ്രശസ്തമായിട്ടുള്ള ബ്രഹ്മോത്സവം ഏപ്രിൽ 22 മുതൽ 29 കൂടിയ ദിവസങ്ങളിൽ തിരുപ്പതിയിൽ നടക്കുന്നു. ഉത്സവം വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. അതേപോലെ തന്നെ അന്ന് മഹാഗണപതി ഹോമം ഉണ്ട്. ആ സമയത്ത് ദ്രവ്യകലശമുണ്ട്, ബ്രഹ്മകലശം, സർപ്പബലി, ആറാട്ട് തുടങ്ങിയവയൊക്കെ ഉണ്ട്. വളരെ വിശിഷ്ടമായ കർമ്മങ്ങളാണ്. അപ്പോൾ അതുപോലെ ക്ഷേത്രത്തിലെ നമ്പർ ഞാനൊന്ന് പറയാം. 0487255394. പിന്നെ മൊബൈൽ നമ്പർ 85 47 47 74 07. ഈ നമ്പറുകൾ അവിടുത്തെ ക്ഷേത്രത്തിലെയാണ്. സെക്രട്ടറി തിരുവേങ്കട ചലപതി ക്ഷേത്ര സമിതിയുടെ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് നോക്കിക്കോളൂ.